കായികാരവം സദാ കവിതയായി ജ്വാലയാം തിരി ഇതാ തെളിമയായി മനസ്സാകെയുണരാൻ കാത്ത് നിന്ന് ചാരേ ഒരുതി മുന്നേറും തണലിനാരോഗ്യം മനതാര് വിടരാൻ നേരമിഴിയായി ഇവിടിതാ തുടങ്ങയായി ഓ Hi, my dear brothers and sisters. I'm Sajan Prakash. I'm a swimmer and an Olympian. I'm a native of Thodupuzha from Idukki district in Kerala. I'm currently working with the Kerala Police Department as an inspector. I'm proud to be a Keralite and an Indian. Kerala is one of the states which gives high motivation and support to sports persons. I currently train in Thailand for the upcoming 2020 Tokyo Olympics under the FINA scholarship. As an international swimmer from Kerala, I'm getting all the supports from the Kerala Police Department and the Kerala government and Swimming Federation of India and the swimming associations for the Olympics, preparation of the Olympics. I call upon my brothers and sisters studying in school to build up a bright future, taking up sports as a career as important to your studies. Sports is a wonderful tool to maintain youngsters with mental fitness, high physical fitness and good health, and of course the personality development. Above all, sports will help you develop a secure life. I'm happy to know that Kerala Olympic Association has arranged a physical fitness program for school students in Kerala titled Stay Fit. It's an encouraging move by KOA to activate our school children during this COVID-19 pandemic. Hope all my brothers and sisters will make utilize this great opportunity coming to your doorsteps. I congratulate KOA for arranging this unique and innovative program. All the best. Good morning all of you. കഴിഞ്ഞ ദിവസം എക്സസൈസുകൾ ചെയ്യേണ്ട ഒരു കൃത്യമായ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി അല്ലേ? എങ്ങനെയായിരുന്നു അത്? ആദ്യം വാമിംഗ് അപ്പ്, അതിനുശേഷം നമ്മൾ എന്ത് ക്വാളിറ്റിയാണോ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നു. ലാസ്റ്റ് കൂളിംഗ് ഡൗൺ ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും എക്സസൈസുകൾ ചെയ്യുന്നത് വ്യത്യസ്തമായ സമയങ്ങളിലായിരിക്കാം, വ്യത്യസ്തമായ ദൈർഘ്യമുണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും നിങ്ങൾ എക്സസൈസ് ആഴ്ചയിൽ കുറഞ്ഞത് 3 ദിവസം 30 മിനിറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സിമ്പിൾ എക്സസൈസുകളാണ്. നിങ്ങൾ വാമിംഗ് അപ്പ് ചെയ്യാൻ മറക്കരുത്. എങ്ങനെയാണ് വാമിംഗ് അപ്പ് തുടങ്ങേണ്ടത്? ആദ്യം കുറച്ച് നടക്കാം അല്ലേ? ഇനി നമുക്ക് വാമിംഗ് അപ്പ് എക്സസൈസ് ആരംഭിച്ചാലോ? ഒന്ന് മുന്നോട്ട് നടക്കാം. ഇനി കൈ ഒന്ന് ഉയർത്തിയേ. മാക്സിമം ഒന്ന് മുന്നോട്ട് നടന്നേ. 2 സ്റ്റെപ്പ് ഒന്ന് മുന്നോട്ട് നടന്നേ. 2 സ്റ്റെപ്പ് ഒന്ന് പിറകിലോട്ട് നടന്നേ. ഓക്കെ. കൈകൾ അതേപോലെ അതിനെ കാല് തറയിൽ വെച്ചിട്ട് കൈകൾ താഴേക്ക്. ഓക്കെ. മാക്സിമം മുട്ട് വളയരുത് കേട്ടോ. റെഡി? ഇനി മുന്നോട്ട് ചെയ്തേ. സൈഡിലേക്ക്. ഇനി നമുക്ക് ലെഫ്റ്റ് ലെഗ് മുന്നോട്ട് ലോഞ്ച് ചെയ്തേ. ഓക്കെ. കൈകൾ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ. 1 2 3. ഓക്കെ. ദെൻ റൈറ്റ് ലെഗ് മുന്നോട്ടൊന്ന് ലോഞ്ച് ചെയ്തേ. 1 2 3. ഓക്കെ. ഒന്നുകൂടി ചെയ്താലോ? ലെഫ്റ്റ് ലെഗ് ഒന്നുകൂടെ ചെയ്തേ. 1 2. ദെൻ റൈറ്റ് ലെഗ്. 1 2 3. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മുടെ കൈകൾ ഹിപ്പിൽ വെച്ചേ. ലെഫ്റ്റ് ലെഗ് ഒന്ന് മുന്നോട്ട് ഉയർത്തിയേ. ആംഗിളിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ് ആണ്. ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. ഓക്കെ. സൈഡ് ലെഫ്റ്റ് റൈറ്റ്. സൈഡിലേക്ക് ലെഫ്റ്റ്
right. Okay, then right leg. Okay, forward and backward. Okay, then right and left. Right and left. Okay, again ഒന്നുകൂടി ചെയ്തേ. ലെഫ്റ്റ് ലെഗ് ഒന്നുകൂടി ചെയ്തേ. Okay, then right, forward and backward. Okay, right and left. നമ്മൾ ആദ്യ ക്ലാസ് മുതൽ സ്റ്റേ ഫിറ്റ് ഡാൻസ് പരിശീലിച്ചു തുടങ്ങി അല്ലേ? സ്റ്റേ ഫിറ്റ് ഡാൻസ് നിങ്ങൾ കാണാതെ ചെയ്യാൻ പഠിച്ചോ? നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇനി നമുക്ക് കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ പരിചയപ്പെടാം. അതിനു മുമ്പായി നമുക്ക് 4 ന്യൂസ് പേപ്പർ ആവശ്യമാണ്. അത് നമുക്ക് നിലത്ത് 3 സ്റ്റെപ്പ് അകലത്തിൽ ക്രമീകരിക്കാം. വെയ്റ്റ് ട്രെയിനിങ് ചെയ്താൽ മാത്രമേ സ്ട്രെങ്ത് വർദ്ധിക്കൂ എന്നുള്ള ചില മിസ്കൺസെപ്റ്റുകൾ നമുക്കുണ്ട്. ആ ധാരണ ശരിയല്ല. നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാതെയും സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള എക്സസൈസുകൾ നമുക്ക് വീട്ടിനകത്ത് ചെയ്യാം. ഇനി നമുക്ക് സ്ട്രെങ്തിന് വേണ്ടി ഒരു എക്സസൈസ് പരിചയപ്പെട്ടാലോ? നീലിംഗ് പുഷപ്സ്. ഓക്കെ, കാൽമുട്ടും കൈപ്പത്തിയും തറയിൽ കുത്തി പുഷപ്പ് പൊസിഷനിൽ വരിക. ശേഷം ഇരു കാലുകളും ഒന്ന് ലോക്ക് ചെയ്തേ. ഓക്കെ, ഡൗൺ അപ്പ്, ഡൗൺ അപ്പ്. ഇനി നമുക്ക് തുടർച്ചയായി 8 പ്രാവശ്യം ഇത് പരിശീലിച്ചാലോ? ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി നമുക്ക് വാൾ സപ്പോർട്ട് സ്ക്വാട്ട് പരിചയപ്പെട്ടാലോ? നോക്കൂ,
നമ്മുടെ കൂട്ടുകാരൻ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ വീടിൻ്റെ ചുമരിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഇമാജിനറി ചെയർ ഒന്നിരുന്നേ. ഒരു നിശ്ചിത സമയം ഇത് ചെയ്യണം കേട്ടോ. നമ്മളെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരഘടന ശരിയായി രൂപപ്പെടുവാൻ സഹായിക്കും. അടുത്തതായി കാഫ് മസിൽസിന് വേണ്ടി നമുക്കൊരു എക്സസൈസ് പരിചയപ്പെടാം. ഡബിൾ ലെഗ് ഹീൽ റൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കൂട്ടുകാർ ചെയ്യുന്നത് ശ്രദ്ധിക്കൂ. 2 കാലുകളും ഒരുമിച്ച് ഉപ്പൂറ്റികളൊന്ന് ഉയർത്തിയേ. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. ഓക്കെ, ഇനി നമുക്ക് പരിശീലിക്കാം. റെഡി, സ്റ്റാർട്ട്. അപ്പ് ഡൗൺ 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 അപ്പ് ഡൗൺ. ഇനി നമുക്ക് ഡബിൾ ലെഗ് ജമ്പ് ഒന്ന് പരിചയപ്പെട്ടാലോ. കൈകൾ ഹിപ്പിൽ വെച്ച് കാലുകൾ നോർമൽ സ്റ്റാൻസിൽ വെച്ച് മുന്നോട്ട് ജമ്പ് ചെയ്തേ. ജമ്പ് 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 ജമ്പ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് തുടർച്ചയായി പരിശീലിക്കാം. ഇനി നമുക്ക് സിറ്റിംഗ് ട്രൈസെപ്സ് ഡിപ്സ് പരിചയപ്പെടാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ കൂട്ടുകാർ ചെയ്യുന്നത് പോലെ കൈകൾ രണ്ടും പിറകിലേക്ക് പ്ലേസ് ചെയ്തേ. കാൽപാദങ്ങൾ തറയിൽ ഉറച്ചിരിക്കട്ടെ. കൈകൾക്ക് ബലം കൊടുത്ത് ഉയരണം. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. ഓക്കെ, ഇനി നമുക്ക് പരിശീലിക്കാം. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ചെയ്തല്ലോ അല്ലേ? നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഷോൾഡർ ഷ്രഗാണ് കേട്ടോ. നോർമൽ സ്റ്റാൻസിൽ നിൽക്കുക. അതിനുശേഷം ഇരു കൈകളുടെയും ഷോൾഡർ മുകളിലേക്കും താഴേക്കും ഉയർത്തിയേ. അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. ഓക്കെ, ഇനി നമുക്കൊന്ന് പരിശീലിക്കാം. റെഡി, അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. അടുത്തതായി നമുക്ക് ക്രോസ് നീ ലിഫ്റ്റ് പരിചയപ്പെടാം. ഓക്കെ, വലത് കൈ തലയുടെ പിറകിലായി വെക്കുക. ഓക്കെ, അതുപോലെ ഇടത് കൈ ഹിപ്പിലും പ്ലേസ് ചെയ്തേ. ഓക്കെ, ദെൻ ഇടത് കാല് വലത് കൈ മുട്ടിലേക്ക് അടുപ്പിച്ചേ. 1 2 3 4. ഇനി ഓപ്പോസിറ്റ് സൈഡും അതുപോലെ ചെയ്തേ. ഓപ്പോസിറ്റ് സൈഡും ചെയ്തേ. ഓക്കെ, 1 2 3 4. ഓക്കെ, ഈ എക്സസൈസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് തുടർച്ചയായി 10 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, ദെൻ സ്റ്റാർട്ട്.
ഓക്കെ, നിങ്ങളെല്ലാവരും ചെയ്തല്ലോ, വെരി ഗുഡ്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ലെഗ് ഹോപ്പിംഗ് ആണ്. നിങ്ങൾ കണ്ടല്ലോ, ന്യൂസ് പേപ്പർ ഒരു 3 കാൽ അകലത്തിൽ വെക്കുക. ഓക്കെ, ഹോപ്പിംഗ് ചെയ്യാം. ആദ്യം റൈറ്റ് ലെഗിന് ചെയ്തേ, സ്റ്റാർട്ട്. 1 2 3 4. ഓക്കെ, ഇനി ലെഫ്റ്റ് ലെഗിന്. ഇനി നമുക്ക് തുടർച്ചയായി പരിശീലിക്കാം. One, 2, 3, 4. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ചെയ്തു കാണുമല്ലോ അല്ലേ? ഇനി നമുക്ക് ഉദരപേശികളെ ശക്തിപ്പെടുത്തുന്ന ഒരു എക്സസൈസ് പരിചയപ്പെട്ടാലോ? എക്സസൈസിൻ്റെ പേരാണ് റഷ്യൻ ട്വിസ്റ്റ്. ഓക്കെ, നമ്മുടെ കൂട്ടുകാർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പരിശീലിച്ചാലോ? റെഡി, സ്റ്റാർട്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്കൊരു പുതിയ എക്സസൈസ് പരിചയപ്പെട്ടാലോ? മൗണ്ടൻ ക്ലൈംബർ. നമ്മുടെ കൂട്ടുകാർ ചെയ്യുന്ന നോക്കിയേ, തുടങ്ങാം. റെഡി, സ്റ്റാർട്ട്. ഓക്കെ, എല്ലാവരും പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്കൊന്ന് പരിശീലിക്കാം. റെഡി, സ്റ്റാർട്ട്. ഇനി നമുക്ക് 6 റൺ പരിചയപ്പെടാം. കൂട്ടുകാർ ചെയ്യുന്നത് ശ്രദ്ധിക്കൂ. റെഡി, സ്റ്റാർട്ട്. എങ്ങനെയാ കൂട്ടുകാർ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിച്ചേ. ഇനി നമുക്ക് തുടർച്ചയായി പരിശീലിക്കാം. റെഡി, സ്റ്റാർട്ട്. Okay, last one. Come on. വെരി ഗുഡ്. എല്ലാവരും ചെയ്തല്ലോ. ഇന്ന് നമ്മൾ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേയധികം എക്സസൈസുകൾ പരിചയപ്പെടുകയും പരിശീലിക്കുകയും ചെയ്തല്ലോ. എല്ലാവരും അത് കൃത്യതയോടെ ടെക്നിക്കോടുകൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കണേ. ഇനി നമുക്ക് ഫൺ വിത്ത് ഫാമിലി മെമ്പേഴ്സുമായി ചേർന്ന് നമുക്കൊരു കളി കളിക്കാം. നമുക്കിനി ഫൺ വിത്ത് ഫാമിലിയുടെ ആ ഗെയിം ഒന്ന് പരിശീലിക്കാം. എങ്ങനെയാ? പുറംതിരിഞ്ഞ് നിന്ന് പരസ്പരം ഒന്ന് ശക്തിയായി തള്ളിയേ, നമ്മളെ കൂട്ടുകാർ ചെയ്യുന്നത് പോലെ.
നമുക്ക് കൂളിംഗ് ഡൗൺ എക്സസൈസ് ചെയ്യാം. കൂളിംഗ് ഡൗണിന് വേണ്ടി നമുക്ക് യോഗയും അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസും ചെയ്താലോ? കാലുകൾ സാവധാനം കീട്ടിരിക്കുക, നട്ടെല്ലാം നിവർത്തിയിരിക്കുക, കൈകൾ രണ്ട് വശങ്ങളിലായി ഷോൾഡറിന് സമാന്തരമായി തറയിൽ വിരലുകൾ സ്പർശിച്ചു വയ്ക്കുക. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട്, അതായത് ബ്രീത്ത് എടുത്തുകൊണ്ട് ഇൻഹേൽ എന്ന് പറയുമ്പോൾ കൈകൾ മുകളിലൂടെ വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തണം. ഇൻഹേൽ, കൈകൾ കോർത്ത് പിടിക്കുക, വിരലുകൾ പരസ്പരം ചേർന്നിരിക്കട്ടെ. ഇനി സാവധാനം തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. ഇനി സാവധാനം എക്സേൽ എന്ന് പറയുമ്പോൾ കൈകൾ സാവധാനം താഴ്ത്തിക്കൊണ്ടുവരിക. എക്സേൽ, കൈകൾ തറയെ സ്പർശിക്കട്ടെ. നോട്ടം നേരെയായിരിക്കും. വീണ്ടും ഇൻഹേൽ, കൈകൾ കോർത്ത് പിടിച്ച് നോട്ടം മുകളിലേക്ക്. എക്സേൽ, ഒരു പ്രാവശ്യം കൂടെ. ഇൻഹേൽ, കൈകൾ കോർത്ത് പിടിച്ച് തല മുകളിലേക്ക് ഉയർത്തി നോക്കുക. എക്സേൽ, കൈകൾ രണ്ടും മടക്കി മടിയിലേക്ക് വെക്കുക. സാധാരണ ശ്വാസം എടുക്കുക. വീണ്ടും കൈകൾ നിവർത്തി വശങ്ങളിലേക്ക് വെക്കുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈകൾ ഷോൾഡറിന് നേരെ ഉയർത്തുക. ഒരുപാട് ഉയർന്നു പോകരുത്, ഷോൾഡറിന് സമാന്തരമായിരിക്കണം. ഇടതുവശത്തേക്ക് ചരിയണം. എക്സേൽ എന്ന് പറയുമ്പോൾ ഇടതുവശത്തേക്ക് ചരിഞ്ഞ് വലത് കൈ മുകളിലേക്ക് ഉയർത്തി ചെവിയോട് ചേർത്ത് ശരീരം അനങ്ങാതെ 4 സെക്കൻഡ് അങ്ങനെ നിന്നിട്ട് വീണ്ടും ഇൻഹേൽ, നിവർന്ന് നേരെ ഷോൾഡർ ലെവൽ വരിക. ഇനി വലതുഭാഗത്തേക്ക് എക്സേൽ, കൈ നിവർന്നിരിക്കട്ടെ. ഇൻഹേൽ, ഇടതുഭാഗത്തേക്ക് എക്സേൽ, ഇൻഹേൽ, സാവധാനം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എക്സേൽ, ഇൻഹേൽ, എക്സേൽ. സാധാരണ ശ്വാസത്തിലിരിക്കുക. കൈകൾ മെല്ലെ 2 വശങ്ങളിലായി തറയിൽ വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വശങ്ങളിലൂടെ ഉയർത്തുക. ഇൻഹേൽ, മുന്നിലേക്ക് കുനിയുക. എക്സേൽ, കൈപ്പത്തികൾ തറയിൽ പതിക്കാൻ പറ്റുമെങ്കിൽ പതിക്കുക, അല്ലാത്തവർ കൈവിരലുകൾ സ്പർശിച്ച് വച്ചാൽ മതിയാകും. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ.
എക്സേൽ. കണ്ണുകളടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. സാധാരണ ശ്വാസം. സാവധാനം കണ്ണുകൾ തുറന്ന് കൈകൾ വശങ്ങളിലേക്ക് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഷോൾഡർ ലെവലിലേക്ക് കൊണ്ടുവരിക. ഇൻഹേൽ. ഇടതുഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ഇടതുഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ഇടത് കൈ ട്വിസ്റ്റ് ചെയ്ത് വലത് കാലിൻ്റെ തൈ മസിൽസിൽ പിടിക്കാൻ ശ്രമിക്കുക. വലത് കൈ മുട്ടിൽ പിടിക്കാൻ ശ്രമിക്കുക. എത്ര പിന്നിലേക്ക് നോക്കാൻ കഴിയുമോ അത്ര നോക്കുക. ശ്വാസം പുറത്തായിരിക്കും. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ഇൻഹേൽ. വലതുഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ പിന്നിലൂടെ കൊണ്ടുവന്ന് തൈ മസിൽസിൽ പിടിക്കാൻ ശ്രമിക്കുക. പിൻഭാഗത്തേക്ക് മാക്സിമം ശരീരത്തെ തിരിക്കാൻ ശ്രമിക്കുക. ഇൻഹേൽ. ലെഫ്റ്റ്. എക്സേൽ. ഇൻഹേൽ. മുഖത്തെപ്പോഴും പുഞ്ചിരി വയ്ക്കാൻ ശ്രമിക്കുക. എക്സേൽ. ഇൻഹേൽ. എക്സേൽ. ലെഫ്റ്റ്. Inhale, exhale. Inhale, exhale. കൈകൾ പിന്നിലേക്ക് കുത്തുക. കാലുകൾ മുന്നിലേക്ക് നിവർത്തുക. സാവധാനം പിന്നിലേക്ക് മറിഞ്ഞ് കിടക്കുക. മാക്സിമം മാറ്റിനുള്ളിൽ തന്നെ കിടക്കാൻ ശ്രമിക്കുക. കാലുകൾ അകറ്റി വെക്കുക. കൈകൾ അകറ്റി വയ്ക്കുക. കൈപ്പത്തി തിരിച്ചു വയ്ക്കുക. ആകാശത്തെ ഫേസ് ചെയ്തിരിക്കട്ടെ. ഇനി ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇൻഹേൽ. എക്സേൽ. Inhale, exhale. Inhale. മാക്സിമം വയറ് ഉയരട്ടെ. ശ്വാസം അകത്തേക്ക് ചെല്ലുമ്പോൾ വയർ ഉയരണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് താഴണം. Inhale, exhale. സാവധാനം കണ്ണുകളടച്ച് വീണ്ടും ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കാം. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. കാൽവിരലുകൾ ചലിപ്പിക്കുക.
കാൽ വിരലുകൾ ചലിപ്പിക്കുക. കൈവിരലുകൾ മടക്കുകയും നിവർക്കുകയും ചെയ്യുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക. കൈപ്പത്തി തറയിൽ പതിച്ചു വെക്കുക. വലത് കൈ മുകളിലേക്ക് ഉയർത്തി വയ്ക്കുക. തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി വയ്ക്കുക. തറയിൽ പതിച്ചു വയ്ക്കുക. വലത് സൈഡിലേക്ക് ശരീരം പൂർണ്ണമായി ചരിയുക. ഇടത് കൈ ഉൾപ്പെടെ. ഇടത് കൈ നെഞ്ചിന് മുൻപിലായി തറയിൽ കുത്തിവെക്കുക. ഇനി കാൽമുട്ടുകൾ സാവധാനം അല്പം അടക്കുക. കാൽമുട്ടുകൾ അല്പം അടക്കുക. ഇനി വലത് കൈ തറയിൽ കുത്തി ഇടത് കൈയുടെ സഹായത്തോടുകൂടെ സാവധാനം ചരിഞ്ഞെഴുന്നേൽക്കുക. ചരിഞ്ഞെഴുന്നേൽക്കുക. കണ്ണ് തുറക്കാതെ എഴുന്നേൽക്കുക. കാലുകൾ മടക്കിയിട്ടിരിക്കുക. കൈകൾ രണ്ട് നമസ്തേ പൊസിഷൻ. നമസ്തേ പൊസിഷൻ. കൈകൾ രണ്ട് നല്ലോണം ചേർത്ത് റബ്ബ് ചെയ്യുക. ഈ മുഖം സാവധാനം മസാജ് ചെയ്യുക. ചെവി, കഴുത്ത് ഇവയെല്ലാം മസാജ് ചെയ്യുക. വീണ്ടും കൈ ചൂടാക്കുക. കണ്ണിന് പുറത്തേക്ക് കൈകൾ വെക്കുക. സാവധാനം കൈകൾ താഴേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം ഐ ആം സോ ഹാപ്പി എന്ന് മനസ്സിൽ പറയുക. സാവധാനം കണ്ണുകൾ തുറക്കുക. കൈ താഴ്ത്തി വെക്കുക. വീഡിയോ കണ്ട് സമ്മാനം നേടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായി LNCP സഹകരണത്തോടുകൂടി നടത്തുന്ന സ്റ്റേ ഫിറ്റ് എന്ന ഓൺലൈൻ പ്രോഗ്രാം കണ്ട് ദിവസവും അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ശരി ഉത്തരം ഞങ്ങൾക്ക് അയച്ചു തരിക. ശരി ഉത്തരം ആദ്യം അയക്കുന്ന 100 വിദ്യാർത്ഥികൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ലഭ്യമാകുക. ഓരോ മാസവും ഏറ്റവും അധികം ശരി ഉത്തരം നൽകുന്ന 100 വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സമ്മാനമുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന 100 സ്കൂളുകൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്ന പ്രത്യേക സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. വിജയികളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ്. ഉത്തരങ്ങൾ അയക്കേണ്ട ഇമെയിൽ വിലാസം ശ്രദ്ധിക്കുക. KERALSOA1@gmail.com. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വൈകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഒളിമ്പിക് വീഡിയോകൾ അതിവേഗം ലഭ്യമാകാൻ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായി LNCP സഹകരണത്തോടുകൂടി നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാമായ സ്റ്റേ ഫിറ്റിന്റെ ഇന്നത്തെ കോൺടെസ്റ്റിലെ ചോദ്യമില്ല. The dictionary says a sport is an activity involving physical exertion and skill in which an individual or team competes against another or others for entertainment. The choices are many. Why not hockey? Like every sport, hockey has a golden history. One of the oldest found sports in the world bears a name with an unknown origin, which might have been derived from the French word hocket, meaning a shepherd's curved-in stake. Early traces of field hockey-like game is found in ancient Greece, East Asia and India. Some believe field hockey originated in Egypt based on the pictures depicted on ancient tombs. Modern hockey originated in England and it was played and developed in the English public school system early in the 19th century. The Blackheath and Old Elthamians Hockey Club in London is believed to be the oldest club in the world, established 40 years before it was introduced in London Olympics in the year 1908. Hockey became popular in India when British regiments played the game in India. Early clubs were formed in Calcutta, Bombay and Punjab, which led to the formation of India's National Hockey Federation on 7th November 1925 in Gwalior, the first non-European team to be a part of International Hockey Federation. In 1928, the Indian team under the colonial regime made its maiden venture in Amsterdam, won its first Olympic gold medal and continued the gold rush till 1956 Melbourne Olympics and remained unbeaten
winning 6 gold medals in a row, becoming the most successful team ever in the Olympics. After India's first match in 1936 Berlin Olympics, a German newspaper carried the headline, "The Olympic complex now has a magic show too." The whole city of Berlin had posters which said, "Visit the hockey stadium to watch the Indian magician Dhyan Chand in action." Adolf Hitler watched the Indo-German gold medal hockey match personally as India thrashed Germany 8-1 in the final in front of the Führer under the captaincy of Dhyan Chand, who was then a soldier in the British Indian Army. He and his brother Roop Singh were instrumental in reaping laurels for India. According to widespread reports, it is said the German dictator Adolf Hitler offered Dhyan Chand German citizenship and a position in German military after an impressive showing at the Berlin Olympics. But this offer was declined by the Indian magician. The great Australian cricketer Don Bradman remarked watching him play with the words, "He scores goals like runs in cricket." Dhyan Chand has scored over 400 goals in his career spanning 22 years, 1926 to 48. In another incident, hockey authorities in the Netherlands once broke his hockey stick to check if there was a magnet inside. The nation honored him with Padma Bhushan, and the National Sports Day is celebrated on his birthday, August 29. He is the only hockey player to have a commemorative postage stamp. The National Stadium in New Delhi is also named after him, and the legend of Dhyan Chand continues to serve as an inspiration to many sportspersons in the country. Other than Dhyan Chand, Indian soil gave birth to many eminent players including S.H. Balbir Singh Sr., K.D. Singh Babu, Udham Singh, Ajitpal Singh, Leslie Claudius, Zafar Iqbal, V. Bhaskaran, Mohammad Shahid, Pargat Singh, Dhanraj Pillai, Dilip Tirke, Rani Rampal and more. The history of hockey in Kerala is par with the Indian history of hockey. Kannur Regiment of the British Army started playing hockey early in time. Later, it spread to south of Kerala and took over all districts. Kerala has donned National Junior Women's Championship titles in the year 1974, 75 and 76. Kerala has also produced outstanding hockey players for the nation. The lone Olympic medal in hockey was brought to the state through Manuel Fredericks, who hails from Kannur district, who was the goalkeeper of Indian hockey team in 1972 Munich Olympics. Kerala also has many rising stars and Olympians in hockey like MS Anil Aldrin, Dinesh Nayak and Padma Shri Srijesh, the former Indian captain and present goalkeeper of Indian hockey team. Dr. Saju Joseph, High Performance Director of Khelo India South Bangalore, looking after various Indian teams apart from hockey. He was a trainer of Indian hockey team men from 1997 to 2005. He also served as coach and manager for the Indian men hockey team. Coaches from Kerala who coached national teams were P.P. Anthony, women's team from 1986 to 2000, P.A. Raphael, Jude Felix, men team from 2013 to 2018, and C.S. Ravi Verma, men team from 2005 to 2009. Helen Mary, who won the gold medal in Commonwealth Games, and Srimati Omana Kumari, who is also an Arjuna awardee, is a gold medalist in 1972 Asiad, are outstanding personalities in ladies hockey. Hockey is the only sport which has brought all three glorious Olympic, Asian and Commonwealth medals in one sport to the state. Several other players also adorned Indian colours for international matches from Kerala, which include Sabu Varki, Jude Felix, Bibin Fernandes, George Nainan, Stella Mary, Aniyamma, Niaz, Nidhesh, Tejas and Vivek. Hockey has brought a lot of accolades to our nation, and it is regarded as the national sport in the country, even though it was not officially recorded. The state government renders grace marks and priority admissions for students who are outstanding sportspersons during the time of their education. This will continue even for medical, engineering and paramedical admissions. The Kerala Public Service Commission provides weightage marks to candidates having state and national certificates in their rank lists.
The Government of Kerala has an annual recruitment policy to their departments and Kerala Police for sportspersons. Besides these, many central government departments like FCI, Indian Railways, Indian Airlines, now Indian, India Post, BSF, ITBP, Punjab Police, CRPF, HAL, Customs, Services, PNB, PSB, Canara Bank, SBI, IOB, Reserve Bank, etc. recruit hockey players every year for their teams. The state government, under its sports policy, Kerala Sports Council, runs sports hostels for men and women for hockey, and they have an international level hockey stadium at Kollam with all infrastructures. The central government has its hockey training centre at Kollam under the Sports Authority of India. Sri Narayana College Kollam has been one of the institutions helping carve a better future for those special sportsmen. Institutions like UC College Aluva, Marthoma College Tiruvalla, Government College Malappuram, Victoria College Palakkad, SN College Kannur, Brennan College Kannur, जीतो इंडिया गोल मारो 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 जीतो इंडिया Ambedkar Memorial Model Residential School Wayanad, GV Raja Sports School Thiruvananthapuram, Koikil GHS Kollam, Mary Mata HS Pandalapadam, Shenoy School for Hockey Ernakulam, in memory of late Sridhar Shenoy, the hockey coach, are some of the prominent institutions which also caters hundreds of boys and girls who are being trained under these centres every year. Kerala Hockey, under the leadership of Mr. V. Sunil Kumar, its president, and R. Ayyappan, its general secretary, has envisaged several plans and projects to develop, improve and popularize hockey in Kerala. This includes providing hockey sticks and goalkeeper kits to schools in Kerala which take up hockey as its major sports, training state teams in national training centres of India under national coaches and trainers, providing expertise to clubs, schools and colleges, opening sports hostels with government support, etc. are some of the activities undertaken by Kerala Hockey. Kerala Hockey was awarded the Best Performing Unit 2019 of Hockey India. Based on the activities and programs initiated by Kerala Hockey, Hockey India has allocated Senior National Women's Hockey Championship 2020 to Kerala, preceding the Junior National Women's Hockey Championship 2019, which were both held at Kollam. The President of International Hockey Federation and Indian Olympic Association, Dr. Narendra Dhruv Bhadra, himself came to witness matches at Kollam. Such was the popularity and feedback of national championships held in Kerala. Kerala Hockey's vision for the future includes projects to improve hockey fields at grassroots levels in all districts of Kerala and to provide support and foreign and national coaches and experts to all these centres to be developed. To conclude, if a person takes up hockey as a sport in the state, they are provided a lot of opportunities to become international or national sportspersons, thereby paving a way to better job opportunities and a healthy, better life. A sport that increases mind-body coordination and teaches the sportsperson to perform with active time management and split-second decision-making. So, does your child have the magic to be the next rising star? Play hockey. Chakde India. Jai Hind. मारो मारो गोल मारो साथी है हम जीतेंगे हम गोल मारो 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 जीतो इंडिया गोल मारो 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 जीतो इंडिया ഇന്ന് നമ്മൾ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയുള്ള കുറേയധികം എക്സസൈസുകളാണ് പരിശീലിച്ചത്. ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരഘടനയും ടെക്നിക്കും കൃത്യമായ നിലയിലായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വെള്ളം കുടിക്കാൻ മറക്കരുത്. അതുപോലെ വാമിംഗ് അപ്പും കൂളിംഗ് ഡൗണും ഈ എക്സസൈസിന് മുന്നിലും പിന്നിലുമായി ചെയ്യാനും ശ്രമിക്കുക. സ്റ്റേ ഫിറ്റ്, സ്റ്റേ സേഫ്. കായികാരവം സദാ കവിതയായി ജ്വാലയാം തിരി ഇതാ തെളിമയായി മനസ്സാകെയുണരാൻ
मन